സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ സർവകലാശാലയിലെ കൂടുതൽ റാഗിംഗ് വിവരങ്ങൾ പുറത്തുവരുന്നു. പൂക്കോട്ടെ സത്യങ്ങൾ. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന്റെ കൂടുതൽ ഇരകൾ. സിദ്ധാർത്ഥനെ കൂടാതെ നിരവധി പേർ ക്രൂരമായ മാനസിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തൽ. 3 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും കോഴ്സ് പൂർത്തിയാക്കാതെ മടങ്ങിയതായും ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. SIT ബിഗ് ബ്രേക്കിംഗ്. ആദ്യമൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ ഉള്ള കുറച്ച് പ്രശ്നങ്ങളും സീനിയേഴ്സിൻ്റെ അടുത്തുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 3 ആളോടെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. അതിനെ ചൊല്ലി ഞാൻ ലാസ്റ്റ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അന്നും ഇതേപോലെ ഈ പറഞ്ഞ SFIയുടെ കുറച്ച് നേതാക്കൾ വന്ന് ഇതേപോലെ ലൈവ് ഇട്ടാൽ നീ വീഡിയോ എടുക്കടാ അതെടുക്കുക എന്നുള്ള ഭീഷണി. 2019 ബാച്ചിലെ അംഗപരിമിതനായ വിദ്യാർത്ഥിയോടായിരുന്നു ക്രൂരത. സിദ്ധാർത്ഥ് കേസിൽ പിടിയിലായ കാശിനാഥനടക്കം 3 പേർ തന്നെയും പീഡിപ്പിച്ചവരിലുണ്ടായിരുന്നു. കാലിന് സ്വാധീനം കുറഞ്ഞതിനാൽ ശാരീരിക പീഡനമുണ്ടായില്ല. പക്ഷേ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി. 3 ആഴ്ചയിലേറെ മെസ്സിൽ നിന്ന് ഭക്ഷണം പോലും തരാതെ ബുദ്ധിമുട്ടിച്ചെന്നും വിദ്യാർത്ഥി പറയുന്നു. ഇതിന് സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. പിള്ളേരെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭീഷണി കൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്. ഒന്നാമത്തെ കാര്യം ഭരണപക്ഷം അവരുടെ കൂടെയാണ്. ഡീൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ SFIയുടെ ആളാണ്. മെൻസ് ഹോസ്റ്റൽ ഒരു ചെകുത്താൻ കോട്ടയാണ്. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കാൻ തനിക്കാവില്ല. ശക്തമായ അന്വേഷണം നടക്കണം. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജാണതെന്നും വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നു. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു 2019-ലും 2021-ലും സമാനമായ സംഭവങ്ങൾ കോളേജിൽ നടന്നിരുന്നുവെന്ന്. അതിൻ്റെ തെളിവുകളാണ് ഒന്നൊന്നായി പുറത്തു വരുന്നത്. സിദ്ധാർത്ഥിനെ പോലെ എത്രയെത്ര വിദ്യാർത്ഥികളാണ് ഇതുപോലെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.